ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു നല്ല പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാൻ എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം, ഏതെല്ലാം കോഴ്സുകളാണ് പഠിക്കേണ്ടത് എന്നതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. കാരണം നിങ്ങൾ ലൈക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ എങ്ങനെ ഒരു നല്ല അക്കൗണ്ടന്റ് ആകാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു നല്ല അക്കൗണ്ടന്റ് ആകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം വേണ്ടത് അക്കൗണ്ടിങ് നോളേജ് തന്നെയാണ് വേണ്ടത്. ബേസിക് അക്കൗണ്ടിങ് നോളേജ് ഉണ്ടായിരിക്കണം. അതായത് മിനിമം BCom എങ്കിലും ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ BComനാണ് കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടന്റ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് BCom എങ്കിലും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ബേസിക് അക്കൗണ്ടിങ് നോളേജും ഉണ്ടായിരിക്കണം. എന്താണ് ബേസിക് അക്കൗണ്ടിങ് നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജേണൽ എൻട്രി എഴുതാൻ അറിയണം. അതേപോലെ തന്നെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ അറിയണം. പിന്നീടാണെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ അറിയണം. അതേപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സും അറിഞ്ഞിരിക്കണം. ഫൈനൽ അക്കൗണ്ട്സിലെ 3 കാര്യങ്ങളാണ് വരിക. ഫസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. മൂന്നാമത്തേതാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ അത് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. ഒരു ബിസിനസിന്റെ ആസ്തികളും അതേപോലെ തന്നെ അതിന്റെ ലയബിലിറ്റീസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ബേസിക്കലി അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ലെവലിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സേഷനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് GST, അതേപോലെ തന്നെ GST എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, GST ഫയലിങ്ങിനെ കുറിച്ചിട്ട് അറിയണം. പിന്നീടാണെന്നുണ്ടെങ്കിൽ TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ഏതിനൊക്കെയാണ് TDS പിടിക്കേണ്ടത്, TDS റിട്ടേൺ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു അഡ്വാൻസ്ഡ് നോളേജ് ആയിട്ടാണ് എടുക്കുക. അതേപോലെ തന്നെ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് എല്ലാവരും സോഫ്റ്റ്വെയറിലൂടെയാണ് ചെയ്യുക. അക്കൗണ്ടിങ് ഇന്ന് മാനുവൽ അല്ല ചെയ്യാം, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു ലീഡിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ടാലി തന്നെയാണ്. അപ്പോൾ ടാലിയെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ടാലി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മളെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് മറുപടി പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേസിക് അക്കൗണ്ടിങ് നോളേജ് തന്നെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവരുടെ ചോദ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ടാലിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കൂടി നമ്മൾക്ക് ബേസിക് അക്കൗണ്ടിങ് നോളേജ് നമ്മുടെ മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ ടാലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ ആണല്ലോ, അതെല്ലാം ചെയ്തോളും എന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ പല ആൾക്കാരും ടാലിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ടാലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പർച്ചേസിന്റെ ബില്ല് അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ പേരടിച്ചു, ഇവിടെ ഐറ്റം കൊടുത്തു, ഇത് എന്തിനാണ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബേസിക് അക്കൗണ്ടിങ് നോളേജ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റിൽ വേണ്ടത് ജേണൽ എൻട്രി തറോ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തിനെ ഡെബിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിന്റെ ഗോൾഡൻ റൂൾസ് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും അറിഞ്ഞിരിക്കണം. എന്താണ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്സ് അക്കൗണ്ട്സ് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ നോമിനൽ അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പേഴ്സൺസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. പേഴ്സൺസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പേഴ്സൺസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അസറ്റ്സിനെ സംബന്ധിക്കുന്നതാണ്. ക്യാഷ്, ബാങ്ക്, ഇതൊക്കെയാണ് അസറ്റ്സ്.
നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻസുകളെയും അതേപോലെ തന്നെ ഇൻകത്തിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നോമിനൽ അക്കൗണ്ടിൽ വരിക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്, അതേപോലെ തന്നെ എന്താണ് അക്കൗണ്ട്സ്, അതിന്റെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ഞാൻ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ട്രയൽ ബാലൻസ് എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, ഇത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ തന്നെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല നല്ല ഫേമുകളൊക്കെ നിങ്ങളെ വിളിക്കുള്ളൂ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ BComോ അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ പോയിട്ട് വർക്ക് പഠിക്കണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതായത് GST എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇനി ബാലൻസ് ഷീറ്റ് തന്നെയാണെങ്കിൽ ടാക്സിന്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു പ്രാക്ടിക്കൽ നോളേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫേമിൽ പോയിട്ട് തീർച്ചയായിട്ടും വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ട്രെയിനി ലെവലായിരിക്കും അവിടെ വർക്കിൽ കയറുക. ട്രെയിനി ലെവലിലായിട്ട് ഒരു വർക്കിന് നിങ്ങൾ പോകണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു നോളേജ് ഉണ്ടായിരിക്കുള്ളൂ. അല്ലാതെ BCom കഴിഞ്ഞു എന്ന് മാത്രം കൊണ്ട് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. കാരണം നമ്മൾ പഠിക്കുന്നതും നമ്മൾ BComന് പഠിക്കുന്നതും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതും തികച്ചും ഡിഫറൻ്റ് ആണ്. 2 തരത്തിലുള്ള വർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ്. ഒന്നെന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിക് ലെവലിലാണ് നമ്മൾ പഠിക്കുന്നത്, പക്ഷെ പ്രാക്ടിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിൽ 1-2 വർഷം അവിടെ വർക്ക് പഠിച്ചിരിക്കണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാറ്റിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ തന്നെ എല്ലാ റിപ്പോർട്ട്സുകളും എടുക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് ക്യാഷ് ബാലൻസിന്റെ റിപ്പോർട്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതായത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് എന്തെല്ലാം ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഓരോ വർഷം അവസാനിക്കുമ്പോഴും ഇയർ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ ചെയ്തിരിക്കണം. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുക March 31st. അപ്പോൾ March 31st നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം. കാരണം പിന്നീട് April 1 നമ്മളൊരു പുതിയ വർഷത്തിലേക്കാണ് എൻട്രി ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ എക്സ്പെൻസുകളും എല്ലാ ബാധ്യതകളും എല്ലാം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അതിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നീട് കുറച്ച് ഇന്റർനെറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് ഗൂഗിൾ ഡ്രൈവിലെ ഡാറ്റ ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ എക്സലിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം, വേർഡ് അറിഞ്ഞിരിക്കണം, പിന്നെ എങ്ങനെയാണ് മെയിൽ അയക്കുക, അപ്പോൾ ഇമെയിൽ അയക്കുക, പിന്നെ എങ്ങനെയാണ് ഇമെയിൽ അയക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇത് നമ്മുടെ ഡേ ടു ഡേ വർക്കിന് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങൾ BCom ആണ് കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒട്ടും ടൈം കളയേണ്ട ആവശ്യമില്ല. വേഗം തന്നെ ടാലി പഠിച്ചെടുക്കുക. ടാലി പഠിച്ചെടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാപനത്തിൽ വർക്കിന് കയറുക. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കീഴിൽ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ജോലി കിട്ടുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നോക്കാം. സ്കൂളില്, കോളേജില്, ഇവിടെയൊക്കെ അക്കൗണ്ടന്റ് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഫേമുകൾ ഉണ്ടായിരിക്കും, ഷോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ ടെക്സ്റ്റൈൽസ്, അതേപോലെ തന്നെ സാനിറ്ററി ഷോപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ഷോപ്പുകളിലും അക്കൗണ്ടന്റ് ആവശ്യമുണ്ട്. സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഏത് ജോലിക്കാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ BComഉം അതേപോലെ തന്നെ ടാലിയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. പിന്നെ ആ ജോലിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഉയരത്തിലേക്ക് എത്തേണ്ടത്. പിന്നീട് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതായത് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം. അതായത് നമ്മുടെ കയ്യിലുള്ള
അതായത് നമ്മുടെ കമ്പനിയിലെ ലെഡ്ജറും അതേപോലെ തന്നെ പാസ്ബുക്കിന്റെ ലെഡ്ജറും കൂടിയിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഒരു മന്തിലോ അല്ലെങ്കിൽ ഒരു വീക്കിലോ നമ്മൾ കമ്പയർ ചെയ്യണം. കാരണം നമ്മൾ പല ചെക്കുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്മൾക്ക് പല ചെക്കുകളും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ബാങ്കിന്റെ പാസ്ബുക്കിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല അക്കൗണ്ടന്റ് ആകാൻ പറ്റും. ഇനി ഒരു അക്കൗണ്ടന്റിന്റെ സാലറി എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഒരു നല്ലൊരു ഗവൺമെന്റ് ഫേമുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക്, അതുപോലെ പബ്ലിക് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് ഇങ്ങനെയുള്ളിടത്തൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി പറയുന്നത് ഒരു 25,000 ഉണ്ടായിരിക്കും. എന്നാൽ ഒരു പ്രൈവറ്റ് ഫേമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒരു 15, ഒരു 10, 15 ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ GST കാര്യമാണെന്നുണ്ടെങ്കിൽ GSTR1 എന്താണ്, GSTR2 എന്താണ്, GSTR3 എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വീഡിയോകളുടെ എല്ലാം ലിങ്ക് കൊടുക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.